ലോട്ടസിന് കുഞ്ഞുമൂസ് ഹായുണ്ട്. ലോട്ടസ് പ്രകാശ് പോയോ? പോവാണെന്ന് പറയണേ പോകുമ്പോൾ. തങ്കം ചേച്ചി എന്തെടുക്കുക? അവിടെ അതിനകത്ത് അവർ അമ്മയും മോളും കൊച്ചുമോളും തമ്മിൽ കുടുംബകാര്യങ്ങളൊക്കെ പറയുക. പട്ടിക്കുഞ്ഞ്, ആ വലിയ പട്ടിക്കുഞ്ഞ് 2 പേരുണ്ടല്ലോ കൂട്ടിലുള്ളതേ, അപ്പം അതിലൊന്ന് ഗർഭിണിയായിരുന്നു. അത് നമുക്കറിയത്തില്ല, വയറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങിപ്പോയിട്ട് ഇന്ന് കയറി വന്നേ. ഇന്ന് രാവിലെ വന്ന് 3 ദിവസമായി പോയിട്ട് എനിക്കങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. തക്കുട് ഇറക്കി വിട്ടതാണ് ഞാൻ രാവിലെ പകല് ഇറക്കി വിട്ടിട്ട് അത് പോയ വഴി പുല്ല് പോലില്ല. ഇവിടെ പോയി ആർക്കറിയത്തില്ല. എന്നിട്ട് പോയിട്ട് തിരിച്ചു വരുമല്ലോന്ന് ഓർത്തിരുന്നു. ഇന്നാളൊന്ന് പോയിട്ട് ഇറങ്ങി വന്നതാണേ. ഇന്ന് നോക്കുമ്പോണ്ട് സന്ധ്യയ്ക്ക് കൂടടയ്ക്കാൻ നോക്കുമ്പോണ്ട് ഒരു പട്ടിക്കുഞ്ഞിനെ കൂട്ടിനകത്ത് കൊണ്ടുവച്ച് നോക്കുമ്പോൾ നല്ല ഹെയറുള്ള ഒരു പട്ടിക്കുഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ തന്നെ പട്ടി ഇത് പ്രസവിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയതാണ് കൂട്ടിന്നേ. ഞങ്ങൾ ബാംഗ്ലൂർ പോയില്ലേ, അപ്പോൾ ആ സമയത്ത് പകൽ ഇനി ഇറക്കി വിടും കുറച്ച് നേരം. അത് പണിക്കാരായാലും വന്നിട്ട് ഇറക്കി വിടും അന്നേരം. എന്നിട്ട് കൂടടയ്ക്കുക. അറിയത്തില്ല പ്രസവിക്കാൻ പോയത്, എവിടെയോ പോയി പ്രസവിച്ച് കിടന്നു. അത് കുറേ ദിവസം ആരും അറിഞ്ഞില്ല. വരുമ്പം കൂട്ടി കയറും. അപ്പോൾ അങ്ങനെ 2 ദിവസം കാണാതെ എപ്പോഴും ഞങ്ങൾ ഓർത്ത് ഇത് എവിടെ പോയത് ഇങ്ങനെ വിചാരിച്ച് വിഷമിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഉണ്ട് മുറ്റത്ത് വന്ന് നിൽക്കുന്നത്. അപ്പം ഞങ്ങളോടത് കറങ്ങാൻ പോയിട്ട് വന്നതായിരിക്കും. ഒരു പെമ്പട്ടിയാണ് പോയത് കേട്ടോ. നല്ല അനുസരണയുള്ളൊരു പട്ടിയായിരുന്നു. എന്നിട്ട് നോക്കുമ്പോൾ